മോൻസൺ മാവുങ്കൽ മുഖ്യപ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതി. കേസിൽ രണ്ടാം പ്രതിയാണ് കെ സുധാകരൻ. ക്രൈംബ്രാഞ്ച് എറണാകുളം ACJM കോടതിയിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ കെ സുധാകരന്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ജിജീഷ്, നേരത്തെ ഏതായാലും ഈ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയതാണ്. പിന്നീടാണ് ഇപ്പോൾ രണ്ടാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ പറയുന്നത്? രാജു, KPCC പ്രസിഡന്റ് കെ സുധാകരനെ മുഖ്യ പങ്കാളി എന്ന നിലയ്ക്ക് തന്നെയാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഗൂഢാലോചനയിലടക്കം പങ്ക് ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഗൂഢാലോചന ഒപ്പം തന്നെ അത്തരം കുറ്റങ്ങൾ ഗൂഢാലോചന അടക്കമുള്ള IPC 420, 120B വകുപ്പുകൾ ഇപ്പോൾ സുധാകരനെതിരെ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ സുധാകരനെ നിരവധി തവണ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രധാനമായും സുധാകരനെതിരെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതായി വ്യക്തമാക്കുന്നത് 25 ലക്ഷം രൂപ മോൻസൺ മാവുങ്കലിൽ നിന്ന് വാങ്ങിയിരുന്നു സുധാകരൻ എന്നും അതിൽ മോൻസൺ മാവുങ്കൽ 10 ലക്ഷം രൂപ നേരിട്ട് നൽകുന്നത് തങ്ങൾ കണ്ടിരുന്നുവെന്നുമാണ് പരാതിക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും സുധാകരനെ ചോദ്യം ചെയ്തിരുന്നത്. മാത്രമല്ല മോൻസൺ മാവുങ്കലിന്റെ പല ഇടപാടുകളിലും കെ സുധാകരൻ തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇടനിലക്കാരനായിരുന്നു എന്നും ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ രാഷ്ട്രീയമായി കെ സുധാകരൻ മത്സരിക്കാനുള്ള ഒരു സാധ്യത അടക്കം മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് KPCC അധ്യക്ഷനെ തന്നെ പ്രതി ചേർത്തുകൊണ്ട് രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് അതേ ഘട്ടത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഇടപെട്ടതുപോലെ തന്നെ കൃത്യമായി കെ സുധാകരനും പങ്കാളിത്തമുണ്ട് എന്ന കാര്യം തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അന്വേഷണത്തിൽ കണ്ടെത്തിയതായി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സുധാകരൻ ഡൽഹിയിലടക്കം സ്വാധീനം ചെലുത്തിക്കൊണ്ട് മോൻസൺ മാവുങ്കലിന് അനുകൂലമായ നടപടികൾ ചെയ്യാമെന്ന ഉറപ്പ് നൽകിയിരുന്നു. അക്കാര്യങ്ങൾ പരാതിക്കാരോടും പറഞ്ഞിരുന്നു. മോൻസൺ മാവുങ്കലിന് സാമ്പത്തിക ഇടപാടുകൾ വലിയ തുക വിദേശത്തു നിന്നടക്കം ലഭിക്കുന്നുണ്ട് എന്നായിരുന്നു പരാതിക്കാരെ വിശ്വസിപ്പിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു ഇടപാടുകളിൽ വിശ്വാസം തോന്നി അവർ വലിയ തുക മോൻസൺ മാവുങ്കലിന് നൽകാൻ തയ്യാറാവുന്നത്. 10 കോടിയോളം രൂപ 6 പേർ ചേർന്ന് നൽകുന്നത് ഇത്തരത്തിൽ മോൻസൺ മാവുങ്കലിന് ഉന്നത രാഷ്ട്രീയ ഇടപെടലുകളും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളും എല്ലാം തന്നെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ മോൻസൺ മാവുങ്കൽ ഈ പരാതിക്കാരിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിനും പണം തട്ടിപ്പ് നടത്തുന്നതിനും കെ സുധാകരനെ കൂടി സഹായിയായി കൊണ്ടുവന്നു എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഈ പരാതിക്കാർ എത്തുന്ന സമയത്ത്, അതായത് പണം നൽകിയ ആളുകൾ എത്തുന്ന സമയത്ത് സുധാകരനും അവിടെ ഉണ്ടായിരുന്നത്. സുധാകരന് മോൻസൺ മാവുങ്കലിന്റെ ഇടപാടുകളെല്ലാം അറിയാമായിരുന്നു എന്നും ക്രൈംബ്രാഞ്ച് സംഘം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് സുധാകരനെതിരെ KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവായ കെ സുധാകരന്റെ അടുത്ത അനുയായിയായ എബിനെയാണ് മൂന്നാം പ്രതിയാക്കിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് തന്നെ അന്വേഷണം എത്തുന്ന വിധത്തിലുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് ഈ ഒരു ഇലക്ഷൻ സമയത്ത്. ജിജീഷ്, ഇതിൽ പ്രധാനമായും പലതവണ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ കെ സുധാകരൻ പോയിട്ടുണ്ട്. അതിന് അദ്ദേഹം നൽകിയിരുന്ന വിശദീകരണം താൻ ചികിത്സയ്ക്കായി പോയി എന്നാണ്. മാത്രമല്ല, ഈ പണം കൈമാറുന്നത് നേരിട്ട് കണ്ട സാക്ഷികളുമുണ്ട്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന് മാത്രം പറയാൻ കഴിയില്ല. കാരണം സുധാകരനും മോൻസൺ മാവുങ്കലും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവിടെ പലതവണ കെ സുധാകരൻ പോയിട്ടുണ്ട്, ചികിത്സയ്ക്കായി പോയി എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കില്ലേ ക്രൈംബ്രാഞ്ച് ഇത്തരത്തിലുള്ള കുറ്റപത്രം തന്നെ സമർപ്പിച്ചിരിക്കുന്നത്? രാജു, തീർച്ചയായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരനെതിരെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിന്റെ ഉള്ളടക്കത്തിലും പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത്. നിരവധി ഫോൺ സംഭാഷണങ്ങൾ, ഒപ്പം തന്നെ സാക്ഷിമൊഴികൾ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കുറ്റപത്രം സുധാകരന്റെ പങ്കാളിത്തം വ്യക്തമാക്കുന്നത്. മോൻസൺ മാവുങ്കലിന്റെ ഡ്രൈവറായ അജി അടക്കമുള്ള ആളുകളുടെ മൊഴി ഇതിൽ ഏറ്റവും നിർണായകമായിരുന്നു. പല ഘട്ടങ്ങളിലും കെ സുധാകരൻ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ വന്നിരുന്നു. കലൂരിലുള്ള
വീട്ടിലടക്കം എത്തിയിരുന്നു എന്ന കാര്യം പറഞ്ഞു. അത് പിന്നീട് സുധാകരനും സമ്മതിച്ചിരുന്നു. എന്നാൽ ചികിത്സയുടെ ആവശ്യങ്ങൾക്കാണ്, ചികിത്സാർത്ഥമാണ് താൻ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടിരുന്നത് എന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനപ്പുറം സാമ്പത്തിക ഇടപാടുകൾ പലതും മോൻസൺ മാവുങ്കലിനും ഒപ്പം തന്നെ കെ സുധാകരനും തമ്മിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അത്തരത്തിലുള്ള സാക്ഷിമൊഴികളും തന്നെയാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയതും സുധാകരനെ അടക്കം പല ഘട്ടങ്ങളിലും അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയെല്ലാം ചെയ്തത്. തുടർന്നാണ് ഈ തെളിവുകൾ കോർത്തിണക്കിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സുധാകരന് എതിരെ ഉണ്ടായിട്ടുള്ള സാക്ഷിമൊഴികൾ അടക്കം നേരിട്ട് പണം കൈമാറുന്നത് കണ്ടത് അടക്കമുള്ള ആളുകൾ, കാരണം ഈ പരാതിക്കാർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത് 25 ലക്ഷം നൽകിയതിൽ, മോൻസൺ മാവുങ്കലിന് നൽകിയതിൽ അപ്പോൾ തന്നെ 10 ലക്ഷം രൂപ സുധാകരന് കൈമാറുകയായിരുന്നു. തങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ പണം കൈമാറിയത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മാത്രമല്ല ഇത് ഡൽഹിയിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് എന്ന് മോൻസൺ മാവുങ്കൽ വിശ്വസിപ്പിച്ചപ്പോൾ മറിച്ചൊന്നും തന്നെ സുധാകരൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെ മോൻസൺ മാവുങ്കലിനെ കള്ളത്തരങ്ങൾക്കെല്ലാം തന്നെ സുധാകരൻ കൂട്ടുനിന്നിരുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവുകളായി ഇത് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവുകളും ഒപ്പം തന്നെ മൊഴികളും എല്ലാം കോർത്തിറക്കിക്കൊണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് സുധാകരനെ ഇപ്പോൾ പ്രതിയാക്കി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും KPCC അധ്യക്ഷൻ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കിയാണ് മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ കെ സുധാകരനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കെ സുധാകരനെതിരെ കൃത്യമായ തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രണ്ടാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു.